അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1384, സൂറത്ത് യൂസുഫ് 53-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഉബർരിഉ നഫ്സി إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما أبرئ نفسي. എൻ്റെ ശരീരത്തെ ഞാൻ കുറ്റത്തിൽ നിന്ന് മുക്തനാക്കുന്നില്ല. ഇന്ന നഫ്സ, കാരണം മനുഷ്യ ശരീരം ലഅമ്മാറത്തും ബിസ്സൂഇ, അത് വല്ലാതെ തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലാമാ റഹിമ റബ്ബി, എന്റെ നാഥൻ കരുണ നൽകിയവരൊഴിച്ച്. ഇന്ന റബ്ബി, നിശ്ചയം എന്റെ നാഥനായ അല്ലാഹു ഗഫൂറുൻ, വല്ലാതെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, മഹാകാരുണ്യവാനുമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ സൂക്തം കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ സുലൈഖയുടെ സംസാരത്തിന്റെ തുടർച്ചയാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്റ്റേറ്റ്മെന്റ് ആണെന്നും രണ്ടഭിപ്രായമുണ്ട് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ രണ്ടു പക്ഷത്തും നിലയുറപ്പിച്ചിട്ടുള്ളവരുണ്ട്. സുലൈഖ ബീവിയുടെ വാക്കിന്റെ ഭാഗമാണത്. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം തെറ്റു ചെയ്തിട്ടില്ല, ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് പാട്ടിലാക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ അത് അങ്ങനെ അനിയന്ത്രിതമായ ഒരു അവസ്ഥയിൽ പറ്റിപ്പോയതാണ്, അല്ലാതെ എന്റെ ഭർത്താവിനെ വഞ്ചിക്കാനോ മറ്റോ തീരുമാനിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മേലിൽ കുറ്റം ചാർത്തിയത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അപാകതയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ ശ്രമിച്ചത് അത്തരമൊരു ശ്രമത്തിന് എന്ന ചോദ്യം വന്നാൽ, അല്ല, എന്നെ ഞാൻ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നൊന്നുമില്ല, കാരണം മനുഷ്യ ശരീരം വല്ലാതെ തിന്മ കൽപ്പിക്കുന്ന അവസ്ഥയുള്ളതാണല്ലോ എന്ന് സുലൈഖ മറുപടി പറഞ്ഞതാണ് എന്നാണ് ഒരു പക്ഷം. മറ്റൊരു പക്ഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാക്കാണിത്. കാരണം എന്താ? യൂസുഫ് നബി അലൈഹിസ്സലാം കുറ്റവാളിയല്ല, അദ്ദേഹം പാപരഹിതവും പവിത്രധന്യവുമായ ഒരു പരിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാണ് എന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടല്ലോ. ഒരിക്കലും അസീസിന്റെ വീട്ടിൽ വെച്ച് തന്റെ വീട്ടുകാരിയായിട്ടുള്ള സുലൈഖയുമായി അവിഹിത ബന്ധത്തിന് ശ്രമം നടത്തിയിട്ടില്ല എന്ന സംഗതി സുലൈഖ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ, അപ്പൊ ഞാനെന്തായാലും ക്ഷേമനായി എന്നൊരവസ്ഥ തന്റെ മനസ്സിൽ വരണ്ട, അള്ളാഹുവിന് ഭയപ്പെട്ടും താഴ്മയോടുകൂടെ പടച്ചവനിലേക്ക് ശുക്ർ ചെയ്തും കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഉജുബ് എന്ന താൻ പ്രമാണിത്വം, താൻ ഓക്കെയാണ് എന്ന തോന്നൽ, അത് മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമാണത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വ്യാഖ്യാനം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് പ്രബോധന രംഗത്ത് സജീവായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കാണതെന്ന് വന്നാൽ, ആ സുലൈഖയുടെ സംസാരത്തിനൊടുവിൽ ഈ വാക്കിന്റെ പ്രസക്തി ഇவ்விധത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഈ ആയത്തിന് മുമ്പുള്ള സൂക്തങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഈ ആയത്തില് പറഞ്ഞത് സുലൈഖയുടെ വാക്കാണ് എന്ന് പറയുന്നതിനാണ് കൂടുതൽ പ്രാമുഖ്യം എന്ന നിരീക്ഷണം ചില ഇമാമുകൾ നടത്തുന്നുണ്ട്. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരർത്ഥത്തിൽ കുറ്റത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന തോന്നൽ പോലും ഇല്ലാതാക്കുന്ന ഒരു വ്യാഖ്യാനമായിരിക്കുമല്ലോ അത്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൂടുതലാണ് എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇബ്നു കസീർ ഉൾപ്പെടെയുള്ളവർ ആ നിലപാടിന്റെ കൂടെയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുക. ഏതായാലും ശരി, ഇന്നിവിടെ പറയുന്ന ഒരു സംഗതി പ്രധാനമായിട്ടും എന്താണ്? എന്നെ ഞാൻ കുറ്റവിമുക്തനാക്കുന്നില്ല, കാരണം മനുഷ്യ ശരീരം, അതേപോലെ അവന്റെ മനസ്സ്, അതൊക്കെ തിന്മ കൊണ്ട് വല്ലാതെ കൽപ്പിക്കും എന്നൊരു സംഗതി നഫ്സിന്
കൽബ് എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞാൽ ഹൃദയം എന്നൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞാൽ ആ ഹൃദയത്തിനുള്ള അല്ലെങ്കിൽ അത് ആ ഹൃദയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു ടൈറ്റിലാണ് വാസ്തവത്തിൽ അമ്മാറത്തും ബിസ്സൂ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഇവിടെ ആധ്യാത്മിക രംഗത്തുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും അവർ മനുഷ്യന്റെ ശരീരത്തെയും അവന്റെ ഹൃദയത്തെയും ഒക്കെ 7 ശൈലിയിലൊരു തിരിച്ചത് കാണാം. അതിലൊന്ന് അമ്മാറത്തും ബിസ്സൂ എന്നാണ്, മറ്റൊന്ന് അന്നഫ്സുൽ ലവ്വാമ, വേറൊന്ന് അന്നഫ്സുൽ മുത്മഇന്ന, വേറൊന്ന് അന്നഫ്സുൽ മുൽഹമ, മറ്റൊന്ന് അന്നഫ്സുൽ റാളിയ, വേറൊന്ന് അന്നഫ്സുൽ മർളിയ, മറ്റൊന്ന് അന്നഫ്സുൽ കാമില. ഇങ്ങനെ 7 വിധം ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം ഒക്കെ ഉള്ള അവസ്ഥ ഉണ്ട് ലോകത്ത്. ഇതിലെ ഓരോ രംഗത്തും ഈ ടൈറ്റിൽ കൊടുക്കാൻ യോഗ്യരായ ആളുകൾ ആയി മാറുന്നതിന് കുറെ അധ്വാനമുണ്ട്, കുറെ ബുദ്ധിമുട്ടുണ്ട്. ആ സംഗതി എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇപ്പൊ ഇവിടെ ഒന്നാമത് പറയണത് എന്താണ്? ഒന്നാമത് പറഞ്ഞത് അമ്മാറത്തും ബിസ്സൂ അല്ലെ, എന്റെ ശരീരം മനുഷ്യ ശരീരം വല്ലാതെ തിന്മ കൽപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലോ. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റാസി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇഖ്തലഫൽ ഹുകമാഉ ഫി അന്ന നഫ്സൽ അമ്മാറത ബിസ്സൂഇ മാഹിയ. എന്താണ് ഈ തിന്മ വല്ലാതെ കൽപ്പിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം വൽ മുഹഖിഖൂന, സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ കാലു, അവർ പറയുന്നു, ഇന്ന നഫ്സൽ ഇൻസാനിയ്യത ശൈഉൻ വാഹിദ്. മനുഷ്യന്റെ നഫ്സ് എന്ന് പറയുന്നത് അത് ഒരൊറ്റ സാധനം തന്നെയാണ്. ആ സാധനത്തിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ടൈറ്റിൽ അതിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വലഹ സിഫാത്തും കസീറ, ആ നഫ്സിന് ധാരാളം വിശേഷണങ്ങളുണ്ട്. ഫൈദാ മാലത്തീലൽ ആലമിൽ ഇലാഹി, ആധ്യാത്മിക ലോകത്തേക്ക് അള്ളാഹു ആകുന്ന യജമാനനുമായുള്ള ബന്ധത്തിന്റെ സജീവതയിലേക്കും ഊഷ്മളതയിലേക്കും ആ ശരീരവും മനസ്സും ചായുന്ന, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ വന്നാൽ കാനത്ത് നഫ്സൻ മുത്മഇന്നതൻ, അത് മുത്മഇന്ന എന്ന ടൈറ്റിൽ നൽകപ്പെടുന്ന നഫ്സായി മാറും. വൈദാ മാലത്തിലെ ശഹ്വത്തി വൽ ഗളബി, വികാരം, ദേഷ്യം തുടങ്ങിയിട്ടുള്ള സ്വഭാവത്തിലേക്കാണ് ഈ മനസ്സും അതേപോലെ തന്നെ ശരീരവും താൽപര്യം കാണിക്കുന്നതെങ്കിൽ കാനത്ത് അമ്മാറത്തം ബിസ്സൂഇ, അത് വല്ലാതെ തിന്മ കൽപ്പിക്കുന്നതായി മാറും. അപ്പോ വകൗനുഹ അമ്മാറത്തം ബിസ്സൂഇ, അത് തിന്മ കൽപ്പിക്കുന്നതാവുക എന്നത് യുഫീദുൽ മുബാലഗത കേട്ടോ. മറ്റുള്ള നഫ്സിന്റെ മറ്റു ടൈറ്റിലുകൾ പറയുന്നതിനേക്കാൾ അമ്മാറ എന്ന് പറയുന്ന പ്രയോഗം, ഫഅല എന്ന് പറയുന്ന ആ ഒരു വസ്ന് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ആ ഒരു പദപ്രയോഗത്തിൽ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. വല്ലാതെ ഈ കൽപ്പിക്കുന്നത് എന്നൊരാശയം, ധാരാളം എന്ന അർത്ഥത്തിലുള്ള ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണത്. അപ്പൊ അത് അങ്ങനെ പറയാൻ കാരണം എന്താ? വസ്തബബു ഫീഹി, അതിന്റെ കാരണം അന്നൻ നഫ്സ, മനുഷ്യന്റെ മനസ്സ് മിൻ അവ്വലി ഹുദൂസിഹ, അതിന്റെ ആരംഭം മുതൽ തന്നെ അത് അലിഫത്തിൽ മഹ്സൂസാത്തി, ദൃഷ്ടിയിൽ കാണുന്ന സംഗതികളുമായി അത് ഇടകലരുന്നു. വൽതദ്ദത്ത് ബിഹാ വാശിഖത്ഹ, അതിൽ രസം കണ്ടെത്തുകയും അതിനോട് പ്രേമം തോന്നുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഫഅമ്മാ ശുഊറുഹാ ബി ആലമിൽ മുജറദാത്തി വമൈലുഹാ ഇലൈഹി, ഭൗതികമായിട്ടുള്ള വിരക്തിയിലേക്കും ഭൗതിക വികാരങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ലോകവുമായും അത് ബന്ധപ്പെടുകയും ആ ലോകത്തെക്കുറിച്ച് ധാരണയുണ്ടാവുകയും അതിലേക്ക് താൽപര്യം കാണിക്കുകയും ചെയ്യുക എന്നത് ഫദാലിക ലാ യഹ്സുലു ഇല്ലാ നാദിറൻ ഫി ഹഖ്ഖിൽ വാഹിദി ഫൽ വാഹിദി. അപ്പൊ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ മനസ്സിൽ മാത്രമാണ് അത്തരമൊരു ചിന്ത കടന്നു വരുന്നത്. ഭൗതികമായ വിരക്തിയിൽ നിന്ന് മാറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള രസങ്ങളുടെയും സുഖങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് മാറി ആത്യന്തികമായ ഒരു ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ രംഗത്ത് തന്റെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും എല്ലാം പ്രത്യേകം മെരുക്കിയെടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങണം എന്ന ചിന്ത, ആ ചിന്ത മനസ്സിൽ കടന്നു വരുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും തുച്ഛം ആളുകൾ മാത്രമായിരിക്കും. പൊതുവിൽ ആളുകളുടെ മൊത്തത്തിലുള്ള അവസ്ഥ എന്താണ്? കണ്ടുകൊണ്ടിരിക്കുന്ന വൈകാരികമായിട്ടുള്ള സംഗതികൾ, അതേപോലെ തന്നെ രസകരമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളുടെ കൂടെ പോകാനും ആ വിഷയങ്ങൾ പരമാവധി അവനവന്റെ ജീവിതത്തിലേക്ക്
വലിച്ചു കൊണ്ടുവരാനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് നടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഈ ഭൗതിക വിരക്തിയിൽ നിന്ന് വിരക്തി നേടി വിജയിക്കാനും അതേസമയത്ത് ആത്മീയ ലഹരിയിൽ മുഴുകാനും ആത്മീയമായ പുരോഗതിയെക്കുറിച്ച് മാത്രം ചിന്ത കേന്ദ്രീകരിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ വളരെ താഴ്ന്ന ശൈലിയിൽ നിന്ന് ഉയർന്ന ആത്മീയ നിലവാരത്തിലേക്ക് ഉയർന്നു പോകുന്നവരുടെ എണ്ണം അത് വളരെ കുറവാണ് എന്ന് വരുമ്പോ അതിനു പകരം ഇവിടെ ഭൗതിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന തിന്മകളുടെയും താൽക്കാലികമായിട്ടുള്ള താൽപര്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും രസങ്ങളുടെയും എല്ലാം പുറകെ സഞ്ചരിക്കുന്നതിലാണ് മനുഷ്യന് പഥ്യം എന്ന് വരികിൽ അധികം ആളുകളുടെയും മനസ്സ് അത്തരത്തിലുള്ള ആ താൽക്കാലിക രസങ്ങളിലേക്ക് തന്റെ ശരീരത്തെ കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു താൽപര്യവും അതിനു ആവശ്യമായിട്ടുള്ള ഒരു ഉൾവിളിയും മനസ്സിൽ നിന്നുണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ ശരീരവും മനസ്സും അതിന്റെ കാഴ്ചപ്പാടെന്താണ്? നമുക്കെല്ലാവർക്കും അറിയാലോ. വേണ്ടാത്തരങ്ങളും തെറ്റുകളായിട്ടുള്ള സംഗതികളും അത് പ്രവർത്തിക്കാനും അതിനുവേണ്ടി സമയം കളയാനും ഒക്കെ വലിയ താൽപര്യവും ആവേശവുമാണ് നമ്മുടെ ശരീരത്തിന്. ആ ശരീരത്തിന് ആവേശവും താൽപര്യമൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അവ മനസ്സ് തിന്മയിലേക്ക് വല്ലാതെ താൽപര്യം കാണിക്കുന്നു, തിന്മയോട് വലിയ അടുപ്പം പ്രകടിപ്പിക്കുന്നു. ആ പ്രകടിപ്പിക്കുന്ന അടുപ്പത്തിന്റെ ശൈലി പ്രാക്ടിക്കലാക്കാൻ ശരീരത്തിന്റെ നിർലോഭമായ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് എന്ന ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ എത്രയോ ആളുകൾ കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം അവർ ത്യാഗം സഹിക്കും, കുറ്റങ്ങൾ വേണ്ടി എന്തുമാത്രം അവർ ബുദ്ധിമുട്ടും. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരാൾക്ക് ഒരു മദ്യപാന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ആ മദ്യം സാധാരണഗതിയിൽ ലഭിക്കാത്തൊരു പ്രദേശത്താണ് അവനുള്ളതെങ്കിൽ ലഭിക്കുന്നിടത്തേക്ക് ദീർഘമായി നടന്നോ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ചോ അത് വാങ്ങാൻ അവിടെ എത്താൻ അവന്റെ മനസ്സും അവന്റെ ശരീരവും അവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അല്ലെ, അവനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ആത്മാവാണ്. ആ ആത്മാവിന്റെ കൂടെ എന്ത് നിൽക്കുന്നുണ്ട്? അവന്റെ മനസ്സും ശരീരവും കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ തെറ്റു ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പാട് സഹിക്കാൻ, കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് പോയിട്ട് ഒരു പെഗ് മദ്യം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഫുള്ള് മദ്യം വാങ്ങാൻ വേണ്ടി അവന് യാതൊരു മടിയും തോന്നാത്തത്. ഇന്ന് വാങ്ങി നാളെ വീണ്ടും അതേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അവനൊരു മടുപ്പും തോന്നുന്നില്ല. മറിച്ച് സമയമാകുമ്പോൾ അവന് ഉന്മേഷമാണ് അത് വാങ്ങാൻ പോകാൻ. അല്ലെ, താല്പര്യമാണ് അവന് അത് നേടിയെടുക്കാൻ. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അത്രയും റിസ്ക് എടുക്കാൻ, അത്രയും സ്ട്രെയിൻ എടുക്കാൻ ഒരിക്കലും തന്നെ അവന്റെ മനസ്സും ശരീരവും അവനെ അനുവദിക്കുന്നില്ല. അതിപ്പോ വേണ്ട എന്നൊരവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതാണ് വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള വൈകാരിക നിലപാടുകളും അതേപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള രസങ്ങളും അതിന്റെ പുറകെ കൂടാനാണ് മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും താൽപര്യം. അതാണ് അമ്മാറത്തും ബിസൂ എന്ന് പറയുന്ന അവസ്ഥ. എന്നാൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ അവിടെ നിന്ന് കുറച്ചുകൂടി നന്നാക്കി, കുറച്ചുകൂടി ഉന്നതമായൊരു നിലവാരത്തിലേക്ക് ഉയർത്തി മനസ്സിനെന്ത് ചെയ്യണം? ആ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കണം, ശരീരത്തെയും നന്നാക്കിയെടുക്കണം. തിന്മയോടും അതേപോലെ തെറ്റായ സംഗതികളോടുമുള്ള ഈ താൽപര്യം കുറക്കണം. എന്നിട്ട് നന്മയിലേക്കും ആത്മീയ വഴിയിലേക്കും കൂടുതൽ കടക്കണം എന്ന ഉൾവിളി ചില മനസ്സുകളിൽ നിന്ന് ഉയരാൻ തുടങ്ങും. അങ്ങനെ ഉയരാൻ തുടങ്ങുമ്പോൾ തിന്മകൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരസ്വസ്ഥത പ്രകടമാവുകയും നന്മ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും ലഭിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പതുക്കെ പതുക്കെ മനസ്സിന്റെ കാഴ്ചപ്പാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നിടത്ത് തിന്മകൾ ചെയ്യുമ്പോൾ അവൻ എന്തുകൊണ്ടാ തിന്മ ചെയ്തു അല്ലെങ്കിൽ എന്തിനതിലേക്ക് പോയി എന്ന ആക്ഷേപം അകത്തുനിന്ന് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം വരും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണ് അതിന് അന്നഫ്സുൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന, വല്ലാതെ ആക്ഷേപിക്കുന്ന നഫ്സ് എന്ന ഒരു ടൈറ്റിൽ നൽകപ്പെടുന്നത്. അത്തരമൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്താൻ സാധിച്ചാൽ, ഞാൻ എന്നിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുന്ന പഴിയെക്കുറിച്ച്, എന്നിൽ നിന്ന് തന്നെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ആക്ഷേപത്തെക്കുറിച്ചുള്ള ചിന്ത അവനിൽ രൂഢമൂലമാവുകയും തിന്മയിലേക്ക് പോകാനുള്ള അഭിനിവേശത്തെ ബ്ലോക്ക് ചെയ്യാനും അതിൽ നിന്ന് പരമാവധി തന്നെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു
ആ പ്രോസസ്സ് തന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 53-ാമത്തെ സൂക്തത്തിൽ അന്നഫ്സുൽ അമ്മാറ എന്നതിനെ കുറിച്ചുള്ള പരാമർശനം നമ്മൾ കണ്ടു. അന്നഫ്സുൽ ലവ്വാമ എന്ന നഫ്സിന്റെ ആ ഒരു ടൈറ്റിലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയുടെ 2-ാം സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. വല്ലാതെ മനുഷ്യനെ ആക്ഷേപിക്കുന്ന ആ നഫ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആ ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ശൈലിയിൽ നിന്ന് ഒരു തിരിച്ചുപോക്കിന്റെ സന്തോഷത്തിലേക്ക് അവന്റെ മനസ്സിനെ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആത്മീയമായ ചൈതന്യത്തിന്റെ 2ാമത്തെ സ്റ്റേജാണ് വാസ്തവത്തിൽ ആ പറയുന്നത്. എന്നാൽ അതും കടന്ന് പിന്നീട് കുറച്ചുകൂടി നന്മയിലേക്കും ഉഷാറിലേക്കും വരുമ്പോൾ എന്തു വരുന്നു? ആ നഫ്സിന് അന്നഫ്സുൽ മുൽഹമ എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നു. നഫ്സുൽ മുൽഹമ എന്ന് പറഞ്ഞാൽ നല്ല തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് ആക്ഷേപിച്ച് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ എന്തു ചെയ്യണം എന്നതിൽ നന്മകളെക്കുറിച്ചുള്ള ഒരു ഉൾവിളിയും ഒരു താല്പര്യവും കൂടെ അകത്തു നിന്ന് തന്നെ ലഭിക്കുന്ന ഒരവസ്ഥ വരിക. ആ അവസ്ഥ വരുമ്പോഴാണ് അന്നഫ്സുൽ മുൽഹമ എന്നതിന് പറയുക. വിശുദ്ധ ഖുർആൻ സൂറത്തു ശംസിന്റെ 91-ാം അധ്യായം സൂറത്തു ശംസിന്റെ 8-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ണ്ടോ, മനുഷ്യന്റെ നഫ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തിന്മയും അതേപോലെ തന്നെ അതിന്റെ ഭക്തിസാന്ദ്രമായ സാഹചര്യങ്ങളും രണ്ടും തോന്നിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഭക്തിസാന്ദ്രമായ സാഹചര്യങ്ങൾക്ക് മനുഷ്യന്റെ മനസ്സിൽ ഇടം കൂടുതൽ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ നഫ്സ് അന്നഫ്സുൽ മുൽഹമ എന്ന അവസ്ഥയിലേക്ക് ആത്മീയമായ ഗ്രേഡിന്റെ ഒന്നുകൂടി ഉയർന്ന തലത്തിലേക്ക് കയറാൻ സാധിക്കും. അപ്പോ ചെയ്യേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾവിളി മനസ്സിൽ നിന്നുണ്ടാവുകയും നന്മയുടെ സജീവതയിലേക്ക് അവൻ നടന്നെടുക്കുകയും ചെയ്യും. അങ്ങനെ നന്മയുടെ സജീവതയിലേക്ക് നടന്നെടുക്കുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അവന് ക്ഷമിക്കാനുള്ള കഴിവ്, സഹിക്കാനുള്ള കഴിവ്, നന്ദി ചെയ്യാനുള്ള സ്വഭാവം, താഴ്മ കാണിക്കുന്ന ശൈലി, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുന്ന സ്വഭാവം, അതേപോലെ തന്നെ നല്ല ഔദാര്യ മനസ്ഥിതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ നന്മയുടെ ശൈലികൾ അവന്റെ ജീവിതത്തിൽ നിരന്തരം കൊണ്ടു നടക്കാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങളിലൂടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ നഫ്സിന് ഒന്നുകൂടി ഉയർന്ന ഒരു പരിവേഷം ലഭിക്കും. അതാണ് അന്നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്. അള്ളാഹുവെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് തന്നെ അവന്റെ മനസ്സ് നടന്നെടുക്കും. അവന്റെ ഓർമ്മയും ചിന്തകളും മുഴുവനും പടച്ചവനിലേക്ക് ഒതുങ്ങാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അള്ളാഹു എന്ന ചിന്ത അവനെ നന്നായി പിടികൂടുമ്പോൾ അതിൽ അവന് സമാധാനവും സാറ്റിസ്ഫാക്ഷനും കണ്ടെത്താൻ സാധിക്കും. അതാണല്ലോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിന്റെ അല്ലാഹു തആല വിശദീകരിച്ചത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പൊ ആ അവസ്ഥയാണ് മുത്മഇന്നായ നഫ്സ് എന്ന് പറയുന്ന ഒരു സമാധാനത്തിന്റെ പാസ് ലഭിക്കുന്ന സാഹചര്യം. വിശുദ്ധ ഖുർആൻ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിന്റെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അപ്പൊ ആ സൂക്തത്തിൽ വിശദീകരിച്ച ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്താൻ സാധിക്കും. ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയി കുറച്ചുകൂടി അവൻ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുമ്പോഴാണ് അവന് ആ ശരീരത്തിന് അല്ലെങ്കിൽ അവന്റെ ആ മനസ്സിന്, അവന്റെ നഫ്സിന് ഒന്നുകൂടി ഉയർന്ന ടൈറ്റിലേക്ക് എത്താൻ സാധിക്കുന്നത് അന്നഫ്സുർ റാളിയ. അന്നഫ്സുർ റാളിയ, പൊരുത്തപ്പെടുന്ന നഫ്സ് എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതെന്താണ്? തുമഅനീനത്ത് എന്ന പാസ് ലഭിച്ച് അവന്റെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു തനിക്ക് എന്തു കണക്കാക്കിയാലും അള്ളാഹു തനിക്ക് എന്തുദ്ദേശിച്ചാലും അതെല്ലാം പൊരുത്തപ്പെട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം അവനുണ്ടാകും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് നമുക്ക് കാണാമല്ലോ. ബഹുമാനപ്പെട്ടവർ പറയാണ്, പടച്ചോനെ, എന്നെ നരകത്തിലിടാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ എന്നെ നീ നരകത്തിലിട്ടോളൂ, എനിക്കതിൽ യാതൊരു കുഴപ്പമല്ല. പക്ഷെ ആ നരകത്തിലിടുമ്പോ കുല്ലിനാരി അബിരിതി, എന്നെ ഇടുന്ന തീയിനോട് നീ തണുപ്പാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞേക്കണേ റബ്ബേ. കമാ ഖാല ഫീ ഹഖ്ഖിൽ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നീ പറഞ്ഞതുപോലെ എന്ന്. അപ്പൊ നോക്കൂ, നരകത്തിന്റെ അടിത്തട്ടിലിടലാണ് എന്റെ റബ്ബിന് ഇഷ്ടമെങ്കിൽ ആ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കൽ തന്നെയാണ് എന്റെയും ഇഷ്ടം എന്ന് പറയുന്നിടത്തേക്ക് തന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് മാത്രമായി ചുരുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾക്ക് ആത്മീയമായി ഉയരാൻ സാധിക്കുക.
അതും അത്തരമൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരവസ്ഥയാണ് അന്നഫ്സുൽ മർളിയ. മർളിയ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യജമാനനായ റബ്ബ് നമ്മളെ പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഒരു ശൈലിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മളെ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ ആ ഒരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ശൈലി, ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ തന്നെയാണ് ഒന്നുകൂടി ഉയർന്നു പോകുമ്പോൾ അന്നഫ്സുൽ കാമില, മനുഷ്യന് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന പൂർണ്ണതയുടെ ശൈലിയിലേക്ക് എത്തുന്ന നഫ്സ് എന്ന അവസ്ഥ വരിക. ഇങ്ങനെ 7 രൂപത്തിൽ നഫ്സിനെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും എന്തായാലും അമ്മാറത്തും ബിസ്സൂ എന്ന ആ ഒരു ടൈറ്റിൽ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പരമാവധി പുരോഗതിയിലേക്ക്, ഉന്നതിയിലേക്ക് പോകാൻ ഏറ്റവും ചുരുങ്ങിയത് അന്നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്കെങ്കിലും, അഥവാ തിന്മകളും തെറ്റുകളും നമ്മിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിൽ നമുക്കൊരു മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെടുകയും എന്തുകൊണ്ട് താനത് ചെയ്തു എന്ന ഒരു ആക്ഷേപം ഉള്ളിൽ നിന്ന് തന്നെ നിരന്തരം ഉയർത്തുകയും ആ ആക്ഷേപം ഉള്ളിൽ നിന്ന് ഉയർത്തുന്നതിന്റെ പ്രതിഫലനം എന്നോണം തിന്മകളോട് നമുക്ക് വിരക്തിയും അകൽച്ചയും മനസ്സിൽ വരികയും ആ ഒരവസ്ഥയിലൂടെയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഗമനം തുമനീനത്ത് പാസ് ലഭിക്കുന്ന, പടച്ചവനെക്കുറിച്ചുള്ള ഓർമ്മയിലും ചിന്തയിലും സമാധാനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ട് മരണാസന്നനാകുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ എന്ന് പറയുന്ന ഒരു പരുവത്തിലേക്ക് ഉയരാൻ സാധിക്കണം. അതിനാത്മീയമായ ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറണം. തിന്മകളോടും തെറ്റുകളോടുമുള്ള നമ്മുടെ അഭിനിവേശം അതിന് നമ്മൾ കടിഞ്ഞാണിടണം. നല്ലവരായി ജീവിക്കാൻ വേണ്ട എല്ലാ ചേരുവകളും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.